ശരി ചേച്ചി, ഒരു മിനിറ്റ്. രാമൻകുട്ടി സാർ, നമ്മുടെ മുന്നിൽ ഈ 2 കേസുകളാണ് ഉള്ളത്. മാത്രമല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ സ്വകാര്യ ആശുപത്രികളിലേതുപോലെ എളുപ്പത്തിൽ ഉപകരണങ്ങൾ വാങ്ങാനാകില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരുന്നത് രോഗികളാണ്. ഇപ്പോൾ ഈ കിഡ്നി സ്റ്റോണുമായി എത്തിയ അവരുടെ 20,000 രൂപയ്ക്കാണ് അവർ ശസ്ത്രക്രിയ നടത്തിയത്. അതും നേരത്തെ പറഞ്ഞത് പിന്നീട് മാറ്റിവെച്ചു. ബാബുവിൻ്റെ കേസിലും ഇതേപോലെ തന്നെ 85,000 രൂപ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് ചിലവായി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ആശുപത്രികളുള്ളതുപോലെ നമുക്ക് വേണ്ടി വന്നാൽ ഉപകരണങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റില്ല എന്ന ആരോഗ്യമന്ത്രിയുടേത് അതിനെ എങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ താങ്കൾ കാണുന്നത്? ഈ പ്രശ്നം രൂക്ഷമാവുകയാണല്ലോ. അതായത് നമ്മളൊരു പ്രശ്നം ഉണ്ട് എന്ന്, അതൊരു പ്രശ്നമാണെന്ന് അംഗീകരിച്ചാലല്ലേ അതിൻ്റെ സൊല്യൂഷനിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം ഇതിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു ഇത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. പക്ഷേ സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ പബ്ലിക്കോ ഡോക്ടർമാരോ അല്ലല്ലോ. അതിനല്ലേ രാഷ്ട്രീയക്കാരും ലെജിസ്ലേറ്റേഴ്സും ഒക്കെ ഉള്ളത്. അതിനുള്ള അവരെ അഡ്വൈസ് ചെയ്യാൻ ബ്യൂറോക്രാറ്റ്സും ഒക്കെ ഉണ്ടല്ലോ. ബെറ്റർ സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ കേരള ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് കാലാകാലങ്ങളിൽ വലിയ അന്താരാഷ്ട്ര വിദഗ്ധന്മാർ പലരും കൂടെ വന്ന് വേൾഡ് ബാങ്കിൻ്റെ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ, യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ പല കമ്മിറ്റികളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. പല സ്റ്റേജിലും പല തരത്തിലുള്ള കൺസൾട്ടേഷൻസൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാ അന്തിമ ഫലം ഇതുപോലത്തെ ഇതിപ്പോൾ 2 കേസ് നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല അത് പബ്ലിക്കിന് മനസ്സിലാവുന്ന ഒരു കേസുകളാണ്. പക്ഷേ നമ്മുടെ അനക്ഡോട്ടലായിട്ട് പലരും ഇതുപോലത്തെ പല കഥകളും നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് അത്ര അസാധാരണമായ കാര്യമല്ല. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിച്ച് അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ആലോചിക്കും. ഇപ്പം മന്ത്രി പറഞ്ഞ പോലെ നമുക്ക് ഗവൺമെൻറ് ആശുപത്രികളിൽ ഇതിന് താമസമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് താമസമുണ്ട്, അതെങ്ങനെ കുറയ്ക്കാൻ കഴിയും? ഇപ്പോൾ ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇപ്പോഴത്തെ ഈ മാനേജ്മെൻറ്റ് വിദഗ്ധരൊക്കെ ഉള്ള കാലത്ത് ഇത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് പക്ഷേ ഡോക്ടർമാരുടെ ഡ്യൂട്ടിയല്ല. ഡോക്ടർമാരെ സംബന്ധിച്ചോളം അവർ പ്രാഥമികമായി അവർ ഉത്തരം പറയേണ്ട രോഗികളോടാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറയാൻ എന്താ പറയണ്ടേ, ഫോഴ്സ്ഡ് ആവുന്നത്, അവർ നിർബന്ധിതരാകുന്നത് വലിയൊരു കഷ്ടമുള്ള ഒരവസ്ഥയാണല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഈ സിസ്റ്റം നന്നാക്കണം. ഇപ്പം പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ അല്ല ബാബു, അതാ പറഞ്ഞ അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. ബാബു, ഈ 2 അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു ബാബു 2 തവണയാണ് അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയത്. അതല്ലാതെ സർക്കാർ ആശുപത്രികളിൽ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ബാബു? അതെ, ഉണ്ട്. അതായത് എൻ്റെ അമ്മയ്ക്ക് ഒരു 34 വർഷത്തിന് മുമ്പ് യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ SIT-ൽ. എൻ്റെ അമ്മയ്ക്ക് യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. 34 വർഷത്തിന് മുമ്പ് അവിടെ അന്ന് നമുക്ക് അത്രയും പ്രായമല്ല, എനിക്ക് 57 വയസ്സായി. എന്നാലും ഞാൻ അന്നത്തെ രീതിയല്ല, അന്നത്തെ രീതിയല്ല. 34 വർഷത്തിന് മുമ്പുള്ള കഥയെ ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അനുഭവ കഥ പറഞ്ഞതാണ്. അതായത് 2022 ഞാൻ ഇതേപോലെ പോയി എൻ്റെ അമ്മയെ കൊണ്ട്. അവിടെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. അവരൊരു ചെറിയ സഹായമെങ്കിലും എനിക്ക് ചെയ്തു തന്നു 2022. ഇപ്പോൾ പോയി സഹായം ചെയ്യണ്ട, ഈ വരുന്ന സാധനങ്ങൾ മൊത്തം ഔട്ട്സൈഡിൽ തന്നെ മേടിക്കണം എന്ന് പറഞ്ഞാൽ സാറേ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. നമ്മൾ അത്ര ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്. അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഇത് മറ്റുള്ളവർക്കൂടെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുക. ഇനി നാളെ അവിടെ എന്നെ ഓർത്തോയിൽ 28-ലും 29-ലും 28-ഉം 27-ലും കിടക്കുന്ന രോഗികൾ എത്ര പേര് അവിടെ കഷ്ടപ്പെടുന്നറിയോ? എത്ര പേര്? 27-ാം വാർഡിൽ 110 ബെഡുണ്ട്. സ്ത്രീകൾ കിടക്കുന്നിടത്ത് 110 ബെഡുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് 28 ആണുങ്ങൾ കിടക്കുന്ന വാർഡ്. ഇവിടെ ഇത്രയും ആൾക്കാർ എവിടെല്ലാം കിടക്കുന്നു സാറിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമുക്ക് നമ്മൾ പട്ടിയൊക്കെ പോലും ഇത്ര വിലയില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ. ഇത് നാളെ ഒരാൾക്ക് ഇങ്ങനെ വരരുത്. അതിൻ്റെ അനുഭവത്തിൽ പറഞ്ഞ് ഇനിയിപ്പോൾ ആഗസ്റ്റ് 8-ാം തീയതി അന്ന് എൻ്റെ അമ്മ ചെക്കപ്പിന് നമുക്ക് മെഡിക്കൽ കോളേജ് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതിന് തന്നെ ഇപ്പോൾ എൻ്റെ അമ്മ ചെക്കപ്പ് ചെയ്യാതിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ
നമുക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാനിന്ന് പിന്നെ എൻ്റെ അമ്മയുടെ 2 കാലും 2028 വലത്തേക്കാലൊടിഞ്ഞ് ഇപ്പോൾ ഇടത്തേക്കാലൊടിഞ്ഞു. അമ്മ നൂന്ന് നിൽക്കണമെന്നുള്ള ആഗ്രഹമുള്ള നമുക്ക്, അല്ലാതെ വേറൊന്നുമില്ല. അവരുടെ സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ. അപ്പോൾ അവർ പറയിപ്പം അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ട്രിപ്പ് ഇടുമ്പോഴത്തേക്ക് ആ സിസ്റ്റർമാരെന്ന് പറയുക, നിങ്ങൾ ആ വള്ളിയെടുത്ത് കാറ്റൊന്നും കയറാതെ എടുത്ത് ഒളിച്ച് വെച്ചേക്കണേ, അതൊരു കവറിനകത്തിട്ട് വെക്കണേ. ഒരു രോഗിയുടെ അല്ല, 110 രോഗികൾ കിടക്കുന്നൊരു ബെഡാണ് 27-ാം വാർഡ്. 110 സ്ത്രീകൾ കിടക്കുന്നൊരു വാർഡാണ് 27-ാം വാർഡ്, അതായത് ഓർത്തോ വാർഡ്. 3ാമത്തെ നിലയിൽ അവിടെ ലിഫ്റ്റ് 2ാമത്തെ നില വരെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ വരെ ലിഫ്റ്റ് ചെല്ലത്തുള്ളൂ. അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ കറങ്ങിപ്പോകണം. കറങ്ങിപ്പോയിട്ട് ആ ലിഫ്റ്റ് പ്രവർത്തനമല്ല, ആ രോഗിയെ കൊണ്ടുപോകണ റാമ്പിൽ കൂടെ ഇറങ്ങിപ്പോകണം, ഒരു എക്സ്റേ എടുക്കാനോ മറ്റുള്ള കാര്യത്തിനോ. ശരി ബാബു, ഇങ്ങനെ ഇതേപോലെയുള്ള ദുരനുഭവങ്ങളുള്ള ധാരാളം രോഗികളുണ്ട്. പിന്നെ നേരത്തെ ഡോക്ടർ റോസ്നാരോ ബീഗം പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ അത്യധ്വാനം ചെയ്യുന്ന 24 മണിക്കൂറും ഈ തൊഴിലിൽ നിൽക്കുന്ന, വളരെ സ്നേഹത്തോടെ രോഗികളെ പരിചരിക്കുന്ന, ആത്മാർത്ഥതയോടെ ഇടപഴകുന്ന ഡോക്ടർമാരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരുടെ ഒന്നും സേവനത്തെ നമുക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് വില കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു സർക്കാർ ആശുപത്രിയിൽ ബാബു പറഞ്ഞ പോലെ എല്ലാ സംവിധാനങ്ങളും നന്നായി പ്രവർത്തിക്കണം. സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. ബാബു, ഞാൻ ഇപ്പോൾ വരാം.